Okay, choose the correct statement. ഒന്നാമതൊക്കെ as the cell operates the mass of the zinc rod decreases. ഈ സെല്ല് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്ക് റോഡിന്റെ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ശരിയല്ലേ? സിങ്ക് റോഡിന്റെ അളവ് കുറഞ്ഞ കാരണം എന്താണ്? ലെഫ്റ്റ് സൈഡിൽ സിങ്ക്, റൈറ്റ് സൈഡിൽ കോപ്പർ സൾഫേറ്റ് CuSO4, ഇവിടെ സിങ്ക് സൾഫേറ്റ് ഇങ്ങനെ എടുത്തേക്കണം. റിയാക്ട് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ZN എന്നുള്ളത് എന്തായിട്ട് മാറും? Zn2+ ആയിട്ട് മാറും. 2 ഇലക്ട്രോണായിട്ട് എന്ത് ചെയ്യും? കൊടുത്തിട്ട് Zn2+ ആയിട്ട് വെള്ളത്തിലേക്ക് വീഴും. ഈ ഇലക്ട്രോണാണ് സിങ്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, കോപ്പറിലേക്ക് എന്ത് ചെയ്ത് വരുന്നത്. ശരിയാണ്? അപ്പോൾ ഈ സിങ്കിലുള്ള ആ റോഡിലുള്ള സിങ്ക് എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് വീണും ആ സിങ്കിന് അളവ് എന്തെങ്കിലും ചെറുതായി വരും. ഫസ്റ്റ് പോയിന്റ് കറക്റ്റാണ്. രണ്ടാമത്തെ പോയിന്റ്, ദ കോപ്പർ ഇലക്ട്രോഡ് ഈസ് ദ ആനോഡ്. കോപ്പർ ഇലക്ട്രോഡ് ആനോഡിലാണ്. നമുക്കറിയാം ലോൺ എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ലെഫ്റ്റ് സൈഡ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. അപ്പൊ ആനോഡ് ലെഫ്റ്റ് സൈഡിലാണ്, അതായത് സിങ്ക് റോഡാണ് എന്ത്? ആനോഡ്. അതെവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കോപ്പർ എവിടെ ആയിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും, അത് കാഥോഡിലായിരിക്കും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് തെറ്റല്ലേ? അടുത്ത്, ഇലക്ട്രോൺ ഫ്ലോ ഫ്രം സിങ്ക് ഇലക്ട്രോഡ് ടു ദ കോപ്പർ ഇലക്ട്രോഡ്. ശരിയല്ലേ? ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ 2 ഇലക്ട്രോണില്ലേ, ഇലക്ട്രോൺ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യണം? കോപ്പറിലേക്കല്ലേ? അപ്പൊ ഇപ്പോ പോയിന്റ് എന്താണ്? കറക്റ്റാണ്. അടുത്ത്, ഡ്യൂറിംഗ് സെൽ റിയാക്ഷൻ റിഡക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് കോപ്പർ ഇലക്ട്രോൺ. ശരി, ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ സംഭവിക്കും സിങ്കിന്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ റിഡക്ഷൻ സംഭവിക്കൂലേ കോപ്പറിന്? അപ്പോൾ അത് പോയിന്റും കറക്റ്റാണ്. ഡ്യൂറിംഗ് സെൽ റിയാക്ഷൻ കോൺസെൻട്രേഷൻ Cu2+ ഡിക്രീസസ്. Cu2+ ഡിക്രീസ് ആണോ? നിങ്ങൾ നോക്കിയേ, ഇപ്പുറത്തെ ഇതില്ലേ Cu2++ SO4 2- അല്ലേ? ഈ Cu2+ എന്തായിട്ട് മാറും? ഈ കോപ്പർ റോഡിലേക്ക് അടിഞ്ഞടിഞ്ഞ് കൂടുതൽ സിങ്ക് റോഡ് എന്ത് ചെയ്യും? സ്കെൽറ്റായി വരും. കോപ്പർ റോഡ് എന്ത് ചെയ്യും? വണ്ണം വെച്ചും വരും. അപ്പോൾ Cu2+ അളവ് കൂടുതലല്ലേ വേണ്ടത്? ഇപ്പോൾ ഡിക്രീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഏതൊക്കെ പോയിന്റ് കറക്റ്റ്? A കറക്റ്റാണ്, C കറക്റ്റാണ്, D കറക്റ്റാണ്. ബിയും ഇയും തെറ്റാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, the chemical equation reaction represent diagrammatic representation. Okay, 2Ag gives Zn2++ 2Ag. Zn ഉണ്ടല്ലേ? ഓക്കെ, Zn plus 2Ag gives Zn2+ 2Ag. ഓക്കെ, എന്താ പറഞ്ഞ ഡയഗ്രാമാറ്റിക് റെപ്രസെൻ്റ് ആണ്. ഒന്നുമില്ല, 2 ബീക്കർ വരച്ച് 2 ഇലക്ട്രോഡ് വരച്ച് കണക്ട് ചെയ്ത് വോൾട്ട് മീറ്റർ വെക്കുക, അതൊക്കെ എന്ത് വെക്കുക? ഒരു സോൾട്ട് ബ്രിഡ്ജ് വെക്കുക. ഇതിൽ സിൽവറിനാണോ അതോ സിങ്കിനാണോ ഹൈലി റിയാക്റ്റീവ്? സിങ്ക് അല്ലേ? അപ്പോൾ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യണത് സിങ്ക് സൾഫേറ്റ്. ഇവിടെ സിൽവർ ഡിപ്പ് ചെയ്യണത് AgNO3. ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ഓക്സിഡേഷൻ ആനോഡ്. ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് കാഥോഡ്. ഓക്കെ അല്ലേ? എഴുതിയാൽ മതി. ഇതാണ് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അടുത്തത്, വിച്ച് ഇലക്ട്രോൺ ഹാസ് നെഗറ്റീവ് ചാർജ്? ഏത് ഇലക്ട്രോൺ ആയിരിക്കും നെഗറ്റീവ് ചാർജ്? നെഗറ്റീവ് ചാർജ് ആർക്കായിരിക്കും? Zn-നായിരിക്കൂലേ? കാരണം ഹൈലി റിയാക്റ്റീവ് അപ്പോൾ നെഗറ്റീവ് ആയിരിക്കൂലേ? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? Zn-നായിരിക്കും അവിടെ എന്ത്? നെഗറ്റീവ് ചാർജ്. ഇനി വാട്ട് ഈസ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് ഈച്ച് ഇലക്ട്രോഡ്? ഓക്കെ, ഓരോ ഇലക്ട്രോഡ് നമുക്ക് നോക്കാം. ആനോഡ് നോക്കാം. ആനോഡ് ഓക്സിഡേഷൻ ആണ്. ആനോഡ് ഓക്സിഡേഷൻ ആണ്. നോക്കാം അപ്പോൾ എങ്ങനെ വരും നോക്കി. Zn അല്ലേ? Zn എന്ത് ചെയ്യും? Zn2+ ആയിട്ട് 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. അടുത്ത കാഥോഡിൽ എന്തായിരിക്കും? കാഥോഡിൽ 2Ag+ ആണ്. അവരെന്ത് ചെയ്യും? ഈ വന്ന 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? വാങ്ങിച്ചിട്ട് 2Ag ആയിട്ട് എന്ത് ചെയ്യും? മാറും. പിന്നെ ഞാൻ പറയുകയാണ്, ഗാൽവനിക് സെല്ലിൽ 2 ബീക്കർ ഉണ്ടാവും. ആ 2 ബീക്കറിൽ ലെഫ്റ്റ് സൈഡിൽ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും, റൈറ്റ് സൈഡിൽ ലോവസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും. ഈ ഹൈലി റിയാക്റ്റീവ് എന്ത് ചെയ്യും? മെറ്റൽ പോസിറ്റീവ് ചാർജ് കിട്ടാൻ വേണ്ടി ഇലക്ട്രോഡിനെ ആ റോഡിൽ ഇട്ടിട്ട് എന്ത് ചെയ്യും? പോസിറ്റീവായിട്ട് എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് വീഴും. ഇനി ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡിൽ കൂടി കയറിയിട്ട് റൈറ്റിലുള്ള കോപ്പറിലേക്കോ അല്ലെങ്കിൽ ഹൈലി ലോവസ്റ്റ് റിയാക്റ്റീവ് മെറ്റീരിയലിലേക്ക് എന്ത് ചെയ്യും? വരും. ഇപ്പുറം നിൽക്കുന്ന ആൾ എന്ത് ചെയ്യും? ആ ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? നോർമലായിട്ട് മെറ്റലായിട്ട് എന്ത് ചെയ്യും? ആ റോഡിൽ വന്ന് എന്ത് ചെയ്യും? അടിഞ്ഞുകൂടും. ഇതാണ് എന്ത്? ഗാൽവനിക് സെൽ. മെയിനായിട്ട് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ വഴി എന്തുണ്ടാക്കാം? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. കെമിക്കൽ റിയാക്ഷൻ വഴി എന്തുണ്ടാക്കും? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അതിനെ വിളിച്ച പേരാണ് എന്ത്? ഗാൽവനിക് സെൽ. ഓക്കെ ആണോ? അടുത്ത്, galvanic made up of following half shell magnesium. ഓക്കെ, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്.
അടുത്ത് നോക്കാം. When an aqueous sodium important ആണ്. When an aqueous sodium chloride electrolyte the reaction takes place at the anode. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അക്വസ് സോഡിയം ക്ലോറൈഡ് അല്ലേ, അപ്പോൾ NaCl ഓക്കെ. ഇലക്ട്രോലിറ്റിക്സ് അല്ലാണ്ടാ, നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇലക്ട്രോലിറ്റിക്സ് NaCl, ഇവിടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തായിട്ട് മാറും? Na+Cl- ആയിട്ട് മാറും. സൊല്യൂഷൻ എന്നല്ല പറഞ്ഞേക്കണം. അപ്പോൾ എന്താ NaCl സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? വാട്ടറും കൂടി ഉണ്ടാവും. അപ്പോൾ H2O സ്പ്ലിറ്റ് ആയിട്ട് എന്തായിട്ട് മാറും? H+ഉം OH- ആയിട്ട് മാറും. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയ ഒരു ബീക്കർ എടുത്ത് ആ ബീക്കറിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? Na+ ഉണ്ട്, Cl- ഉണ്ട്, H+ ഉണ്ട്, OH- ഉണ്ട്. ഇതിലാദ്യം പോകാൻ വേണ്ടി പോണത് ആരായിരിക്കും? ക്ലോറിൻ ആയിരിക്കും. രണ്ടാമത് പോകുന്നത് പ്ലസ് പോസിറ്റീവ് അല്ലേ, പക്ഷെ പോസിറ്റീവിന് Na പോകില്ല, പകരം ആര് പോകും? H+ പോകും. ബാക്കി ഇവനോട് ആരൊക്കെയാണ്? Na+OH അല്ലേ, അവർ രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്ത് NaOH ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം പോകുന്ന ആരാണ്? ക്ലോറിൻ അല്ലേ പോകുന്നത്. ആ ക്ലോറിൻ്റെ പോസിബിൾ റിയാക്ഷൻ എന്തായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്? ക്ലോറിൻ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഗീവ്സ് എന്താണ് ഇക്വേഷൻ എന്താ പറഞ്ഞേക്കണം? Cl- gives half Cl plus Cl2 plus ഒരു സെറ്റ് ഓക്കെ. ആദ്യം പോണത് ആരായിരിക്കും? അപ്പോൾ ക്ലോറിൻ ആയിരിക്കും ഇവിടെ പോണത്. നോക്കി, ക്ലോറിൻ ഇക്വേഷൻ എന്താണ്? Cl- gives half Cl2 പ്ലസ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ. ഓക്കെ, ഇതാണ് അവിടെ വന്ന ഇക്വേഷൻ. ഓക്കെ ആണോ? അടുത്ത് റൈറ്റ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ ദ ഫോളോയിങ് സൊല്യൂഷൻ അണ്ടർഗോ ഇലക്ട്രോളിസിസ്. അക്വസ് സൊല്യൂഷൻ ഓഫ് NaCl ഓൾറെഡി പറഞ്ഞതാണ്. ഒന്നുകൂടി പറയാം. അക്വസ് NaCl നടക്കുന്നത് കാഥോഡിൽ ആരായിരിക്കും? കാഥോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ശ്രദ്ധിക്കേണ്ടത് 2 ഇലക്ട്രോഡ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ വോൾട്ടിമീറ്റർ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ ആനോഡ് തന്നെ, പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്. ആനോഡ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇവിടെ കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഉള്ള ആൾക്കാർ നെഗറ്റീവിലേക്കും, നെഗറ്റീവ് ഉള്ള ആൾക്കാർ എപ്പോഴും പോസിറ്റീവിലേക്കായിരിക്കും. ഇവിടെ എടുത്തേക്കുന്ന സൊല്യൂഷൻ എന്താണ്? അക്വസ് NaCl അല്ലേ. അക്വസ് NaCl എന്ന് പറയുമ്പോൾ ആരൊക്കെ? NaCl എന്ന് പറയുമ്പോൾ Na+Cl-, പിന്നെ H2O എന്ന് പറയുമ്പോൾ ആരൊക്കെ? H+ഉം OH-. ഇവിടെ പോസിറ്റീവ് ഉള്ള സോഡിയം എങ്ങെടുക്കും? നെഗറ്റീവിലേക്കും, നെഗറ്റീവ് ഉള്ള ക്ലോറിൻ എങ്ങെടുക്കും? പോസിറ്റീവിലേക്കും, പോസിറ്റീവ് ഉള്ള H+ നെഗറ്റീവിലേക്കും, നെഗറ്റീവ് ഉള്ള OH- പോസിറ്റീവിലേക്ക് വരും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, എല്ലാവരും എല്ലാ സ്ഥലത്തേക്കും പോകില്ല. പകരം എന്താ പോണം? Na+ഉം Cl- ഇല്ലേ, ഇതിൽ ആദ്യം പോണാരാണ്? Cl-. എങ്ങോട്ട് കാര്യം പോണത്? പോസിറ്റീവായ ആനോഡിലേക്ക്. ഇനി H+ഉം OH- ഇല്ലേ, ഇതിൽ H+ എങ്ങോട്ട് കാര്യം പോണത്? നെഗറ്റീവായ കാഥോഡിലേക്ക്. ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡസ് ക്ലാർച്ച് സ്റ്റോറി ഇത് രണ്ടും ഒറ്റ ക്വസ്റ്റ്യൻ ആണോ? കീപ് 2 carbon rods immersed in a copper sulfate solution, then pass electricity through the solution. അന്നേരം നോക്കി, അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡസ് കളർ ചേഞ്ചസ് ഒക്കർ. നോക്കി, ഒരു ബീക്കർ എടുത്ത് അതിൽ 2 കാർബൺ റോഡ് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? എന്തിലാണ്? ഒരു CuSO4 സൊല്യൂഷനിൽ. അങ്ങനെയാണെങ്കിൽ അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡസ് കളർ ചേഞ്ച് ഒക്കർ? ആനോഡ് ഓർ കാഥോഡ്. നമുക്കറിയാം ആനോഡ് പോസിറ്റീവാണ്, കാഥോഡ് നെഗറ്റീവാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആനോഡിൽ കാഥോഡ് നടക്കുന്ന റിയാക്ഷനാണ് പറഞ്ഞേക്കണം. നോക്കി, നമുക്കറിയാം CuSO4 അല്ലേ, Cu2+ഉം SO4 2- ആയിട്ട് മാറും. ഇതിൽ പോസിറ്റീവായ കോപ്പർ എവിടേക്കും പോകാൻ വേണ്ടി പോണത്? Cu2+. നമുക്കറിയാം പ്ലസ് ഉള്ള കോപ്പർ എവിടെ വരും? കാഥോഡിലേക്കും. SO4 2- എവിടെ വരും? പോസിറ്റീവായ ആനോഡിലേക്ക്. അപ്പോൾ കോപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് കാഥോഡിലേക്ക് പോകുമ്പോൾ കാഥോഡിന്റെ വണ്ണം എന്ത് ചെയ്യും? കൂടും.
ശരിയല്ലേ? വെള്ളത്തിലുള്ള CuSO4ന്റെ ബ്ലൂ കളർ എന്ത് ചെയ്യും? ഫെയ്ഡ് ആയിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. ഓക്കെ, കാഥോഡ്. ഓക്കെ, ചേഞ്ച് ഇൻ ബ്ലൂ കളർ. കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ ഇത് നോക്കുക, ജസ്റ്റ് ഇത് നോക്കുക. കാഥോഡിൽ നോക്കിയാൽ കാഥോഡ് ഇതല്ലേ, ഇതിലേക്ക് ഇലക്ട്രോൺ ഡെപ്പോസിറ്റ് ചെയ്തില്ലേ. അപ്പോൾ എന്താ ചെയ്യും? Cu2+ ആയിരുന്നു. വെള്ളത്തിലുള്ള Cu2+ എന്ത് ചെയ്യും? Cu2+ എന്തായിട്ട് മാറി? Cu2+ 2 ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് എന്തായിട്ട് മാറി? Cu ആയിട്ട് മാറി. ഈ Cu ആണ് ഈ ഇലക്ട്രോണിന്റെ പൊക്കത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കണം. അടുത്ത ആനോഡിൽ എന്തായിരിക്കും നടക്കണം? ആനോഡിൽ SO4 അല്ലേ, സോറി, Cu കോപ്പർ ആയിരുന്നില്ലേ. ഈ കോപ്പർ മെറ്റൽ എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും. എങ്ങനെ? Cu2+ ആയി Cu എന്തായിട്ട് മാറി? Cu2+ ആയി 2 ഇലക്ട്രോൺ എന്ത് ചെയ്ത് വിട്ടുകൊടുത്തു. ഓക്കെ, വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ചിട്ടോ. ഓക്കെ, ബീക്കർ എടുത്ത് 2 ഇലക്ട്രോഡ് വെച്ച് നടക്കൊരു വോൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് ഡിപ്പ് ചെയ്തിരിക്കുന്നത് എന്തിലേക്കാണ്? CuSO4 സൊല്യൂഷനിലേക്കാണ്. ഇതിനെ വിളിച്ച പേരാണ് ആനോഡ് പോസിറ്റീവ് ചാർജ്. ഇതിനെ വിളിച്ച പേരാണ് കാഥോഡ് നെഗറ്റീവ്. CuSO4 നമുക്കറിയാം Cu2+ഉം SO4 2- ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ Cu2+ എങ്ങനെക്കും നെഗറ്റീവായ കാഥോഡിലേക്കും, SO4 2- എങ്ങനെക്കും പോസിറ്റീവായ ആനോഡിലേക്കും പോകും. അപ്പോൾ അവിടുത്തെ ഇക്വേഷനാണ് പറയുന്നത്. ആനോഡിൽ നടക്കുന്ന ഇക്വേഷൻ നോക്കി നിങ്ങൾ, Cu2+ ആയിരുന്നില്ലേ, ഈ Cu2+ എന്തായിട്ട് മാറി? ശ്രദ്ധിച്ച്, ഓക്കെ ആനോഡിൽ നടക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇതിലെ ഇലക്ട്രോഡ് കോപ്പർ എന്തായിട്ട് മാറി? Cu2+ ആയിട്ട് മാറി. എന്തിങ്ങനെ? 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട്. അപ്പോൾ കാഥോഡിൽ എന്താണ്? കാഥോഡിൽ Cu2+ ആയിരുന്നു ഓൾറെഡി സൊല്യൂഷനിൽ. ആ Cu2+ ചെയ്യാൻ വന്ന 2 ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് പ്യുവർ കോപ്പറായിട്ട് മാറി. ഈ കോപ്പറാണ് ഈ റോഡിൽ വന്ന് എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. അടുത്ത് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ സർട്ടിഫൈഡ് കോപ്പർ ഇല്ലെന്ന് നിങ്ങൾക്ക് പഠിക്കാം. When the galvanic cell are made using the metal like magnesium, copper, zinc, silver, what will be the nature of the reaction in each cell? ഓക്കെ, പോസിബിൾ സെൽ നമുക്ക് വരച്ചു നോക്കാം. 9ാമത്തെ ഉണ്ടോ? നമ്മുടെ കയ്യിൽ ആരൊക്കെ ഉണ്ട് നോക്കിയേ. മെഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്, സിൽവർ ഉണ്ട്. ഇങ്ങനെ ആരൊക്കെ? ഒരു ഹൈലി റിയാക്റ്റീവ് വെക്കണം, ലോവസ്റ്റ് റിയാക്റ്റീവ് വെക്കണം. ഹയർ റിയാക്റ്റീവ് എവിടെ ആയിരിക്കും? ആനോഡിലായിരിക്കും. ലോവർ റിയാക്റ്റീവ് എവിടെ ആയിരിക്കും? കാഥോഡിലായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹൈ റിയാക്ടിവിറ്റി സീരീസ് നമുക്ക് എങ്ങനെ എഴുതാം? മെഗ്നീഷ്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആൾ, റിയാക്ടിവിറ്റി കൂടുതൽ. മെഗ്നീഷ്യത്തിനേക്കാൾ കുറവാണ് ആർക്ക്? സിങ്കിനേക്കാൾ കുറവാണ് കോപ്പർ, കോപ്പറിനേക്കാൾ കുറവാണ് Ag. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? പോസിബിളായിട്ട് മെഗ്നീഷ്യം ആനോഡിലും സിങ്ക് കാഥോഡിലും വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. പിന്നെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? മെഗ്നീഷ്യം ആനോഡിലും കോപ്പർ കാഥോഡിലുമായിട്ട് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. പിന്നെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? മെഗ്നീഷ്യം ആനോഡിലും സിൽവർ കാഥോഡിലായിട്ട് അറേഞ്ച് ചെയ്യാം. ഇനി സിങ്ക് ആനോഡിലും കോപ്പർ കാഥോഡിലായിട്ട് അറേഞ്ച് ചെയ്യാം. പിന്നെ സിങ്ക് ആനോഡിലും Ag കാഥോഡിലായിട്ട് അറേഞ്ച് ചെയ്യാം. ഇനി കോപ്പർ ആനോഡിലും സിൽവർ കാഥോഡിലുമായിട്ട് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. ഇത്രയും പോസിബിൾ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യണം. കാരണം എന്താണ്? ആനോഡിൽ എപ്പോൾ ഹൈ റിയാക്റ്റീവ് ആണ്, കാഥോഡിൽ എപ്പോഴും ലോസ് റിയാക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും പോസിബിലിറ്റി നമുക്കുണ്ട്. ക്ലിയർ ആണോ? ഇനി അടുത്തത് സൊല്യൂഷൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സൊല്യൂഷൻ ZnSO4. ഇവിടെ നല്ല ക്വസ്റ്റ്യൻ ആണ്, നോക്കിയേ. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്. ZnSO4 FeSO4 CuSO4 തന്നെ കേട്ടോ. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ആയാണ് രണ്ടും കൂടി കളർ ചേഞ്ച്. അതായത് ടേക്കിൻ 3 ടെസ്റ്റ് ട്യൂബ്, 3 ടെസ്റ്റ് ട്യൂബ് എടുത്ത്
ഒന്നിൽ Z2SO4, ഒന്നിൽ അയൺ സൾഫേറ്റ്, ഒന്ന് കോപ്പർ സൾഫേറ്റ്. പിന്നെ എന്താ ചെയ്താൽ സപ്പോസ് അയൺ is kept immersed in each one. ഓരോന്നിലും അയൺ നെയിൽ ഒരു ആണി ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ദ അയൺ നെയിൽ അണ്ടർഗോസ് എ കളർ ചേഞ്ച്. അയൺ എന്ത് ചെയ്ത് വന്ന് വീണ് കഴിഞ്ഞാൽ ഇതിൽ വീഴുന്ന സൊല്യൂഷന് കളർ ചേഞ്ച് സംഭവിക്കും. അപ്പം അതിന് മനസ്സിലാക്കേണ്ടത് Fe വന്നു കഴിഞ്ഞാൽ ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ആളെക്കാൾ ഹൈലി റിയാക്റ്റീവ് ആവണം അയൺ. നമുക്കറിയാം സിങ്കിനേക്കാളും ഹൈലി റിയാക്റ്റീവ് ആണോ അയൺ? അല്ല. സിങ്കിൽ എന്തില്ല, സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല, അയണില്ല. ഇനി FeSO4ഉം Fe രണ്ടും ഒരേ ഇതായതുകൊണ്ട് എന്ത് ചെയ്യില്ല, അവിടെ റിയാക്ഷൻ പോസിബിൾ ആവില്ല. പിന്നുള്ളത് കോപ്പർ സൾഫേറ്റിലാണ്. കോപ്പർ സൾഫേറ്റിൽ എന്ത് ചെയ്യും നോക്കി, നിങ്ങൾ നോക്കി, Fe കോപ്പർ സൾഫേറ്റിലേക്ക് വന്നെയാണ്. അങ്ങനെയാണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കൂലേ. കാരണം എന്താണ്, Fe കോപ്പറിനേക്കാൾ ഹൈലി റിയാക്റ്റീവ് ഇല്ല. അപ്പോൾ ഇവരുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താവും, FeSO4 ആയിട്ട് മാറും, കോപ്പറെ പിടിച്ച് പുറത്താകും. അങ്ങനെ ഇവിടുത്തെ കളർ എന്ത് ചെയ്യും, കളർ ഫെയ്ഡ് ആവും. അപ്പോൾ ഈ രണ്ടിൽ നടക്കൂല. ഈ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യും, മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നടക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? ആ മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത് മൂന്നാമത്തേലായിരിക്കും. ഇനി ഓക്കെ, റിയാക്ഷൻ നമ്മൾ എഴുതിട്ടാ. ഓക്കെ, അടുത്ത ലാസ്റ്റത്തിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ. കമ്പയർ ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ പൊട്ടാസ്യം. മോൾട്ടൻ പൊട്ടാസ്യം ക്ലോറൈഡ്, അപ്പോൾ KCl സൊല്യൂഷൻ പൊട്ടാസ്യം ക്ലോറൈഡ് വാട്ട് ആൻഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് വാട്ട് ആസ് ദ പോസ്റ്റ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ് ആൻഡ് ആനോഡ്. ഓക്കെ, നമുക്കറിയാം ഇലക്ട്രോളിറ്റിക്സ് അല്ലേ KCl. അപ്പോൾ എന്തായിട്ട് മാറും, K+ഉം Cl- ആയിട്ട് മാറൂലേ. നമുക്കറിയാം ആനോഡിന്റെ ചാർജ് എന്താണ്, ആനോഡിന്റെ ചാർജ് പോസിറ്റീവ്, കാഥോഡിന്റെ ചാർജ് എന്താണ് നെഗറ്റീവ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള എങ്ങോട്ട് പോകും, കാഥോഡിലേക്ക് പോകും. നെഗറ്റീവ് ചാർജ് ക്ലോറിൻ എങ്ങോട്ട് പോകും, ആനോഡിലേക്ക് വരും. സിമ്പിൾ അല്ലേ. ഇനി KCl സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, KCl + H2O ഉണ്ടാവില്ലേ. അപ്പോൾ KCl എന്ന് പറയുമ്പോൾ K+ഉം Cl-. H2O എന്ന് പറയുമ്പോൾ ആരൊക്കെ, H+ഉം OH-. നമുക്കറിയാം ഇലക്ട്രോഡ് എടുത്തു കഴിഞ്ഞാൽ ആനോഡ് പോസിറ്റീവാണ്, കാഥോഡ് നെഗറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ Cl- ആനോഡിലേക്കും പോവും, H+ കാഥോഡിലേക്കും പോവും. KOH എന്ന് പറഞ്ഞ കോമ്പൗണ്ട് അവിടെ എന്ത് ചെയ്യും, മേക്കും ചെയ്യും. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? അടുത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. AgNO3 ആണ് കേട്ടോ. സൊല്യൂഷൻ ഓഫ് MgSO4 a rod and Mg ribbon. Can you arrange galvanic cell? സിമ്പിൾ ആണ്. എന്തൊക്കെ വെച്ചാൽ അറേഞ്ച് ചെയ്യേണ്ടത് നമുക്ക്, MgSO4ഉം AgNO3യും വെച്ചിട്ട്. നമുക്കറിയാം ഗാൽവനിക് സെൽ ഉണ്ടാക്കണം എങ്ങനെയാണ് നോക്കാം. ഒന്നുമില്ല, ജസ്റ്റ് 2 ബീക്കർ, 2 ഇലക്ട്രോഡ് കണക്ട് ചെയ്യാം ബൾബിനായിട്ട്. സൊല്യൂഷൻ ഹൈലി റിയാക്റ്റീവ് Mgl. അപ്പോൾ ഇവിടെ MgSO4, ലോസ്റ്റ് റിയാക്റ്റീവ് സിൽവർ നൈറ്റ്, AgNO3. എന്തിനാണ് ഡിപ്പ് ചെയ്യണം, അതിൻ്റെ മെറ്റലാണ് എടുക്കണം, Ag. ഇവിടെ എന്തെടുക്കണം, മെഗ്നീഷ്യം എടുത്തല്ല. ഇനി എന്ത് ചെയ്യുക, ഒരു സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്യും. സോൾട്ട് ബ്രിഡ്ജ് ഇനി പറയാം ലോൺ. പേരെന്താണ്, ലോൺ. ലെഫ്റ്റ് സൈഡ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. ഇവിടെ എന്താണ്, റൈറ്റ് സൈഡ് കാഥോഡ് പോസിറ്റീവ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളുള്ളത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും, Mg എന്തായിട്ട് മാറി, Mg2+ ആയിട്ട് ഇവിടെ വീഴും. അപ്പം Mg എന്തായിട്ട് മാറി, Mg2+ ആയിട്ട് മാറി 2 ഇലക്ട്രോണ വിട്ടുകൊടുത്തു. ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇതിൽ കൂടി പാസ് ചെയ്യുമ്പോഴാണ് ഇവിടെ ബൾബ് കത്തുന്നത്. കാരണം ഇലക്ട്രോൺ മൂവ് ചെയ്ത് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ബൾബ് എന്ത് ചെയ്ത് കത്തിയില്ലേ. ഈ 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും, ആരെടുക്കും, ഈ AgNO3 ഉള്ള Ag2+ എടുക്കും, Ag+, എടുക്കും. ഏത്, ഈ 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ ഇവൻ വാങ്ങിച്ചല്ല. ഇപ്പം ഇവനെന്തായിട്ട് മാറി, 2Ag. ക്ലിയർ അല്ലേ? ഇനി ഗാൽവനിക് സെൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിക്കാനുണ്ട്. നോക്കി, ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാർ ഇവനും ഒരുമിച്ച് ചെയ്ത Mg + 2Ag + 2 ഇലക്ട്രോൺ ഗിവ്സ്. റൈറ്റ് സൈഡിലുള്ള ആൾക്കാർ ഒരുമിച്ച് ചെയ്ത Mg
2++, 2 electron plus 2 Ag. ഇനി ഇലക്ട്രോൺ രണ്ട് ഈക്വൽ ഒരാൾ കട്ട് ചെയ്ത ആളല്ല, ബാക്കി ആരൊക്കെ ഉണ്ട്? Mg plus 2 Ag minus gives Mg2 plus 2 Ag. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗാൽവാനിക് സെൽ ഇക്വേഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.